രണ്ടാമത്തെന്ന് പറഞ്ഞാൽ കോറ ഹലോ ഗായ്സ്, ഡോണാസ് വെള്ളം മറ്റു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്ന ഒരു പുത്തൻ ടോപ്പിക്കായിട്ടാണ്. അതിനു മുന്നേ ഒരു വിശേഷ വാർത്ത പറയാൻ, സന്തോഷ വാർത്ത പറയാണ്. അതായത് എൻ്റെ ബ്രദർ ഈ വീക്ക് ജർമ്മനിയിലോട്ട് പോവുകയാണ്. അവൻ പോകുന്നത് ഫുൾ സ്കോളർഷിപ്പോട് കൂടിയിട്ടാണ്. അപ്പം അത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ജർമ്മനിയിലോട്ട് ഒരു സ്റ്റുഡൻറ്റ് വിസയിൽ, അതും ഫുൾ സ്കോളർഷിപ്പിൽ എങ്ങനെയാണ് പോകുക എന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ഇടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വേഗം വീഡിയോയിലെടുക്കാം. അപ്പം ആദ്യമേ തന്നെ നമ്മൾ എങ്ങനെയൊക്കെയാണ് അവിടുത്തെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മുടെ യൂണിവേഴ്സിറ്റി സിസ്റ്റം എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്. അതായത് പബ്ലിക് യൂണിവേഴ്സിറ്റി ഉണ്ട്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട്. ഈ പബ്ലിക് യൂണിവേഴ്സിറ്റിയെ കിട്ടാനായിരിക്കും കുറച്ചുകൂടി പ്രയാസം. അവിടെയാണ് നമുക്ക് ഈ ഫുൾ 100% സ്കോളർഷിപ്പോട് കൂടിയിട്ട് പഠിക്കാനായിട്ട് പറ്റുക. പക്ഷേ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിൽ ഭൂരിഭാഗവും നമ്മൾ ഫീസ് കൊടുത്ത് പഠിക്കുന്നതാണ്. എന്നിരുന്നാലും നമുക്ക് അതിലൊക്കെ കുറച്ച് സ്കോളർഷിപ്പൊക്കെ കിട്ടി പഠിക്കാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റികളും ഈ ഒരു പ്രൈവറ്റ് സെക്ടറിൽ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഡിഗ്രീസ് പറഞ്ഞാൽ നമ്മൾ ഡിഗ്രിക്ക് വേണ്ടി പോവാം, മാസ്റ്റേഴ്സിന് വേണ്ടി പോവാം. പിന്നെ ഇതിനൊക്കെ നമുക്ക് വിസകൾ കിട്ടും. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയുടെ കാറ്റഗറിയിലും വ്യത്യാസമുണ്ട്. ടെക്നിക്കൽ യൂണിവേഴ്സിറ്റികൾ, അക്കാദമിക്കൽ യൂണിവേഴ്സിറ്റികൾ, അതുപോലെ തന്നെ ആർട്സിൻ്റെ യൂണിവേഴ്സിറ്റികൾ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അതൊക്കെ നമ്മളുടെ ഒരു റോളാണ്, എങ്ങനത്തെ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനത്തെ കോഴ്സ് സെലക്ട് ചെയ്യണം എന്നുള്ളതൊക്കെ. അപ്പം അതെങ്ങനെ സെലക്ട് ചെയ്യാന്നുള്ളത് നമ്മൾ വീഡിയോയിലെ ലാസ്റ്റ് ഭാഗങ്ങളിൽ പറയുന്നുണ്ട്. അപ്പം ഫസ്റ്റ് നമുക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയയിലോട്ട് പോവാം. അപ്പം എലിജിബിലിറ്റി എന്ന് പറയുന്നത് കഴിഞ്ഞാൽ നമുക്കൊരു എബവ് 60% എബവ് നമുക്ക് മിനിമം സ്കോർ വേണം. ഇപ്പം നമ്മൾ കറൻ്റ്ലി ചെയ്തേക്കുന്ന ഇപ്പോൾ +2 കഴിഞ്ഞിട്ട് ഡിഗ്രിക്കാണെങ്കിൽ +2 അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ചെയ്യാനാണെങ്കിൽ ഡിഗ്രി സംഭവത്തിന്, അതായത് നിങ്ങളുടെ UGക്ക് 60% എബവ് നിങ്ങൾക്ക് സ്കോർ വേണം. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 60 to ഒരു 70-75% ഉള്ളിലാണ് നിങ്ങളുടെ സ്കോർ എന്നുണ്ടെങ്കിൽ ഒരു ബാക്കപ്പ് പ്ലാനും കൂടി കരുതണം. കാരണം ഇത് ചിലപ്പോൾ ചിലർക്ക് പെട്ടെന്ന് നടക്കും, പക്ഷെ ചിലവർക്ക് ഒരു നിയർലി 1 ഇയറിൻ്റെ അടുത്ത് ഇതിനൊരു പ്രോസസ് ടൈം എടുക്കും. അപ്പം ആ സമയത്ത് നമ്മൾ ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കരുത്. ഈ ഒരു 60 to 70% സ്കോറുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ റിജക്ഷൻസ് വരാനോ അല്ലെങ്കിൽ ഓഫർ ലെറ്റർ കിട്ടാതിരിക്കാനോ ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ കാറ്റഗറിയിലുള്ള ആൾക്കാർ ശ്രമിക്കരുത് എന്നല്ല, 60% ഉള്ള ആൾക്കാർ പോയിട്ട് നമ്മുടെ അറിവിലുണ്ട്. പക്ഷേ അങ്ങനെ നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ ഒരു മുൻകരുതൽ, ഒരു ബാക്കപ്പ് പ്ലാനും കൂടി നമുക്ക് ഉണ്ടാവണം. നമ്മളത് കിട്ടുന്ന വരെ അതിനു വേണ്ടി മാത്രം വെയിറ്റ് ചെയ്ത് ഇരിക്കരുത്. ഓക്കെ. പിന്നെ ഇതിൽ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഇൻറ്റേൺഷിപ്പ് ചെയ്തിരിക്കണം. ഒരു മിനിമം 6 മാസ കാലാവധിയുള്ള ഒരു ഇൻറ്റേൺഷിപ്പ്. അത് നിങ്ങൾ പഠിച്ചതിൻ്റെ ബേസ്ഡ് അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻറ്റേൺഷിപ്പ് ആയിരിക്കണം. അത് ചില യൂണിവേഴ്സിറ്റികൾ എന്താ പറയുക, നമ്മുടെ പ്രോസസ്സിങ് ആപ്ലിക്കേഷനൊക്കെ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ആ ഇൻറ്റേൺഷിപ്പ് ചെയ്തതിൻ്റെ സർട്ടിഫിക്കേഷൻസും കാര്യങ്ങളും കാണിക്കാനായിട്ട് പറയും. പക്ഷേ ചില യൂണിവേഴ്സിറ്റികൾ പറയും അവിടെ ചെന്നിട്ട് ഒരു 6 മാസത്തെ ഇൻറ്റേൺഷിപ്പ് ചെയ്താലും മതി. കൂടുതൽ നമുക്ക് ഇവിടുന്ന് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇവിടുന്ന് ചെയ്തിട്ട് പോവാം. ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ടാണ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൽ ഇത്തിരി റിസ്ക് ഫാക്ടർ ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ അവിടെ ചെന്നിട്ട് നമുക്ക് കിട്ടിയില്ലെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ടൈം പീരീഡിനുള്ളിൽ നമുക്കതൊന്ന് സെറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ, അപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നതിൻ്റെ അല്ലെങ്കിൽ പഠിച്ചതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻറ്റേൺഷിപ്പ് ഈ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ വരുന്ന രണ്ടാമത്തെ കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞ പോലെ തന്നെ അതിനൊരു ഗുഡ് പോയിന്റ് ഉണ്ട്. അതായത് ഒരു എന്താ പറയുക, നമ്മൾ അവിടെ പോയിട്ടാണ് നമ്മളൊരു 6 മാസത്തെ ഒരു ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കത് ഒരു വർക്ക് എക്സ്പീരിയൻസും കൂടിയാണ്. ഇപ്പോൾ ജർമ്മനിയിലുള്ള ഒരു വർക്ക് എക്സ്പീരിയൻസും കൂടിയാണ്. നമ്മൾ ഫർദർ ആയിട്ടൊരു ജോബ് പൊസിഷനിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് നമുക്കൊരു റിമാർക്കബിൾ പോയിന്റാണ്. അപ്പം എൻ്റെ ബ്രദർ ചെയ്യാൻ പോകുന്നത് അവിടെ പോയിട്ടാണ് ഇനിയിപ്പോൾ അവനത് കണ്ടുപിടിക്കണം, അവിടെ ചെയ്യണം, എന്നിട്ടാണ് ആ ഒരു സർട്ടിഫിക്കേഷൻ, ഇൻറ്റേൺഷിപ്പിന് സർട്ടിഫിക്കേഷൻ എടുക്കാനായിട്ട് പോകുന്നത്. അപ്പം അതിന് റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഭാഗമുണ്ട്, എന്നാലൊരു ഗുഡ് പോയിന്റ് എന്ന രീതിയിൽ ഇങ്ങനെ ഒരു അഡ്വാൻറ്റേജും കൂടി ഇതിനുണ്ട്. ഇനി അടുത്ത് മൂന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എലിജിബിലിറ്റി എന്ന് പറയുന്നത് ലാംഗ്വേജ് ആണ്. ഇപ്പം ജർമ്മനിയിലേക്ക് പോകുമ്പോൾ നമുക്ക് 2 തരം കോഴ്സുകളുണ്ട്. ഇംഗ്ലീഷ് ഡോട്ടും ഉണ്ട്, ജർമ്മൻ ഡോട്ടും ഉണ്ട്. അതിൽ ഇംഗ്ലീഷ് ഡോട്ടാണെന്നുണ്ടെങ്കിൽ, അതായത് ഇംഗ്ലീഷിൽ പഠിപ്പിക്കുന്ന കോഴ്സുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും IELTS സ്കോർ വേണം. അതെനിക്ക് തോന്നുന്നു ഒരു 6 to 6.5 ഒക്കെ ഓവറോൾ ഉള്ളവർക്കും കുഴപ്പമില്ല, ഓക്കെയാണ്. അതിന് താഴത്തേക്കുള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അഡ്മിഷനും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട്. ഇനി 6.5 അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ യൂണിവേഴ്സിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പം നമ്മൾ എടുക്കുന്ന യൂണിവേഴ്സിറ്റി, നമ്മൾ ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ നമ്മൾ എടുക്കാൻ പോകുന്ന കോഴ്സ് എങ്ങനത്തെ കോഴ്സാണ്, അപ്പം അവരുടെ ക്രൈറ്റീരിയകൾ നമ്മൾ സ്പെഷ്യലായിട്ട് നോക്കണം. അപ്പോൾ അതിനുള്ള സൈറ്റും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ വരുന്ന ഇതിൽ പറയാം, ഈ വീഡിയോയിൽ തന്നെ പറയാം. അപ്പം അതൊന്നും ടെൻഷൻ അടിക്കണ്ട. അപ്പം എന്താണ് അപ്പോൾ അങ്ങനെ ഒരു
സ്കോർ IELTS സ്കോർ എത്ര വേണമെന്നുള്ളത് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിലുണ്ടാവും. അപ്പോൾ നമ്മളത് അറിഞ്ഞു വെക്കാം. ഇനി ജർമ്മൻ ടോട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ ഇഷ്ടംപോലെ ജർമ്മൻ ഭാഷ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ എക്സാം എഴുതി നമ്മളെ എലിജിബിൾ ആക്കുന്ന ഒരുപാട് കോച്ചിങ് സെൻ്ററുകളുണ്ട്. അപ്പം എൻ്റെ ബ്രദർ ചെയ്തത് ഇംഗ്ലീഷ് ടോട്ടാണ് അവനെടുത്തേക്കുന്ന കോഴ്സ്. അപ്പോൾ അവനെടുത്തത് IELTS ആണ്. അവന് 6.5 ആണ് ഓവറോൾ സ്കോർ ഉണ്ടായിരുന്നത്. അപ്പോൾ അവനത് ഓക്കെ ആയിരുന്നു. ഓക്കെ, പിന്നെ അവന് ജർമ്മൻ ഭാഷയുടെ ലാംഗ്വേജ് ടെസ്റ്റിൻ്റെ ആവശ്യം വന്നില്ല, അപ്പോൾ ഇംഗ്ലീഷ് ടോട്ട് ആയതുകൊണ്ട്. അപ്പം നിങ്ങൾ എടുക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് ടോട്ടാണ് അല്ലെങ്കിൽ ജർമ്മൻ ടോട്ടാണെന്നുണ്ടെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് മസ്റ്റ് ആയിരിക്കും. അത് ഓരോ യൂണിവേഴ്സിറ്റിയെ പോലെ തന്നെ ഓരോ യൂണിവേഴ്സിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കും എത്ര സ്കോർ നിങ്ങൾക്ക് അതിൽ ഏൺ ചെയ്യണം എന്നുള്ളത്. ഓക്കെ, പറഞ്ഞൂടെ. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും സംശയം പോലെ തന്നെ എങ്ങനെയാണ് യൂണിവേഴ്സിറ്റി, ഇനി എല്ലാവരുടെയും ഡൗട്ട് പോലെ തന്നെ എങ്ങനെയാണ് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് കോഴ്സ് സെലക്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇഷ്ടം പോലെ സൈറ്റുകൾ അവൈലബിൾ ആണ്. എങ്ങനെയാണ് ഒരു കോഴ്സ് എടുക്കേണ്ടത് അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് അറിയേണ്ടത് എങ്ങനെയാണെന്നുള്ള കുറിച്ചിട്ട്. അപ്പം അതിൽ മെയിനായിട്ടും വരുന്ന ഒരു വെബ്സൈറ്റാണ് DAAD.de എന്ന് പറയുന്നത്. അപ്പോൾ അത് DAAD.de ഇതാണ്. അപ്പം ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ ഒരു ലിങ്ക് വേണ്ടവർ അതിൽ പോയിട്ട് ചെക്ക് ചെയ്യാം. അപ്പം അതിലെന്ന് വെച്ചാൽ നമുക്ക് ഒട്ടുമിക്ക എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, പിന്നെ അവരുടെ ക്രൈറ്റീരിയകൾ, എലിജിബിലിറ്റി ക്രൈറ്റീരിയകൾ, എന്തൊക്കെയാണ് അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, അവരേതൊക്കെ കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ആ കോഴ്സുകളെ കുറിച്ചിട്ട് എല്ലാം, അതായത് ഡ്യൂറേഷൻ, അതിൻ്റെ എലിജിബിലിറ്റി, അതിൻ്റെ എല്ലാ കാര്യങ്ങളും, എന്തെങ്കിലും എക്സാംസ് ഉണ്ടോ, അല്ലെങ്കിൽ ചില യൂണിവേഴ്സിറ്റികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ചില യൂണിവേഴ്സിറ്റികൾക്ക് എക്സാംസ് ഉണ്ടായിരിക്കും. എക്സാംസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലത് എല്ലാം ഓൺലൈൻ എക്സാംസ് ആയിരിക്കും. ഇനി ഇൻ കേസ് ഉണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റികൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഓൺലൈൻ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AnyDesk പോലുള്ള സോഫ്റ്റ്വെയർ ഒക്കെ വഴി നമ്മൾ എന്താണോ നമ്മളുടെ കമ്പ്യൂട്ടറിൽ ചെയ്യുന്നതെന്നുള്ളത് മൗസ് പോയിൻ്റർ ഇളക്കുന്നത് വരെ അവർക്ക് അപ്പുറത്തിരുന്ന് ഇൻവിജിലേറ്ററിന് കാണാൻ പറ്റുന്ന രീതിയിലുള്ള എക്സാം ആയിരിക്കും. എന്നാലും ആ എക്സാമിലൊക്കെ കോപ്പി അടിക്കുന്നവരും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. നമുക്ക് ഈസിയാണ്, പക്ഷേ അങ്ങനത്തെ എക്സാംസ് ഒക്കെ ഉണ്ട്. ചില യൂണിവേഴ്സിറ്റികൾക്ക് യാതൊരു എക്സാമോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂസോ ഒന്നും ഉണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഈ DAAD.de എന്ന് പറഞ്ഞ സൈറ്റിൽ കിട്ടും. അതുപോലെ തന്നെ ഒരുപാട് സൈറ്റുകളുണ്ട്. ഇപ്പം നിങ്ങളിപ്പോൾ അങ്ങനെ പോകാനായിട്ട് റെഡി ആവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജർമ്മൻ VFS ഗ്രൂപ്പുകൾ ഇഷ്ടംപോലെ ഉണ്ട്. ടെലഗ്രാം ഗ്രൂപ്പുകളാണെങ്കിലും ഫേസ്ബുക്ക് ഗ്രൂപ്പുകളാണെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പുകളാണെങ്കിലും കുറേ ഗ്രൂപ്പുകളുണ്ട്. നമ്മൾ ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനത്തെ ഗ്രൂപ്പുകളിൽ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് പോയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇതുപോലെ പോകാനായിട്ട് ട്രൈ ചെയ്യുന്ന ആൾക്കാർ, പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്ക് അവർ വഴി നമുക്ക് കിട്ടും. അപ്പം അങ്ങനത്തെ ഒരു സംഭവമാണ് ഈ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് ഏജൻസി സെലക്ട് ചെയ്യുമ്പോൾ. ഒരു ഏജൻസി നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ആദ്യമേ വിലയിരുത്തണം. ഇപ്പോൾ കുറേ കുറേ ഏജൻസികൾ ഇപ്പോൾ നമ്മുടെ കേരളത്തിലും ഔട്ട്സൈഡ് കേരള ഒക്കെ ഉണ്ട്. അപ്പം അവരുടെയൊക്കെ ഫീസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എല്ലാം ഡിഫറെൻ്റ് ആണ്. അതായത് 1 ലക്ഷം രൂപ തൊട്ടിട്ട് 2.5 ലക്ഷം രൂപ വരെ ഏജൻസി ഫീസ് വാങ്ങിച്ചിട്ട് പോയ കുട്ടികളെ നമുക്കറിയാം. അപ്പം എൻ്റെ ബ്രദറിന് വന്നത് 2 ലക്ഷം രൂപയാണ് ഏജൻസി ഫീസ് മാത്രമായിട്ട് വന്നത്. പിന്നെ വിസയ്ക്ക് പക്ഷേ നമുക്ക് അത്ര അധികം ചിലവുകളൊന്നും വരുന്നില്ല. നമ്മൾ UK ചെയ്യുന്ന പോലെ തന്നെ അങ്ങനത്തെ അത്രയും ചിലവുകളൊന്നുമില്ല. അപ്പം ഏജൻസി ഫീസാണ് ഒരു ചിലവ് എന്ന് പറയുന്നത്. 2 ലക്ഷം രൂപയാണ് എൻ്റെ ബ്രദർ വന്നത്. അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഏജൻസികൾ. അതുപോലെ തന്നെ ഏജൻസി സെലക്ട് ചെയ്യുമ്പോൾ അവർ മുന്നേ ജർമ്മനിയിലോട്ട് കൊണ്ടുപോയിട്ടുള്ള സ്റ്റുഡൻസിനെ ഡീറ്റെയിൽസ് കിട്ടാൻ നോക്കുക. അതുപോലെ തന്നെ അവർ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യും, അതായത് SOP നമുക്ക് ഉണ്ടാക്കി തരുമോ, SOP എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. SOP നമുക്ക് ചെയ്തു തരുമോ, അല്ലെങ്കിൽ നമ്മുടെ വിസ ഡോക്യുമെൻറ്റ്സ് എല്ലാം സെറ്റ് ചെയ്ത് തരുമോ, എന്തെങ്കിലും അപ്ലിക്കേഷൻസ് ഇൻ്റർവ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുമോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ അക്കോമഡേഷന് ഹെൽപ്പ് ചെയ്യുമോ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒരു ഏജൻസി സെലക്ട് ചെയ്ത് അവർക്ക് ഫീസ് കൊടുക്കുന്നതിന് മുന്നേ തന്നെ അറിഞ്ഞ് ഉറപ്പ് വരുത്തിയിട്ടാണ് ഫീസ് കൊടുക്കാവൂ. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു സൈറ്റ് പരിചയപ്പെടുത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ യൂണി അസിസ്റ്റ് എന്ന് പറയും. അത് സൈറ്റ് എന്നല്ല, അതിനൊരു എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില യൂണിവേഴ്സിറ്റികൾ ഡയറക്റ്റ് ആയിട്ട് അപ്ലിക്കേഷൻസ് നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കില്ല. അപ്പം അവർ ചെയ്യുന്നത് വെച്ചാൽ യൂണി അസിസ്റ്റ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്. അപ്പം അതിലോട്ട് ആണ് നമ്മളുടെ അപ്ലിക്കേഷൻസ് പോകുക. അപ്പം നമ്മൾ DAAD.de എന്ന് പറഞ്ഞ സൈറ്റിൽ നോക്കി കഴിഞ്ഞാൽ ചില യൂണിവേഴ്സിറ്റി നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് വരും. ഇപ്പോൾ സെൽഫ് ചെയ്യുന്നവരുടെ കാര്യമാണ് പറയണം കേട്ടോ. ചില യൂണിവേഴ്സിറ്റികൾ ഡയറക്റ്റ് നമുക്ക് ചെയ്യാം, ചിലവർ വയ യൂണി അസിസ്റ്റ് എന്നുണ്ട് അതിൽ കിടക്കുന്നുണ്ടാവും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ അപ്ലിക്കേഷൻ കൊടുക്കുന്നത് ഈ യൂണി അസിസ്റ്റിനാണ്. ഇപ്പോൾ അവരാണ് നമ്മുടെ ഫുൾ ക്രൈറ്റീരിയയും എലിജിബിലിറ്റി എല്ലാം ചെക്ക് ചെയ്ത് നമ്മൾ ചോദിക്കുന്ന ആ ഒരു കോഴ്സ് നമ്മൾ എലിജിബിൾ ആണോ എന്ന് നോക്കിയതിന് ശേഷം അവർ അപ്രൂവ് ചെയ്ത അപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ യൂണിവേഴ്സിറ്റിക്ക് പോവുള്ളൂ. അപ്പം നമ്മൾ ആദ്യമേ കൊടുക്കുന്ന തന്നെ യൂണിവേഴ്സിറ്റിക്ക് അല്ല, നേരെ പോകുന്നത് യൂണി അസിസ്റ്റിലാണ്. അപ്പം അങ്ങനെയുണ്ട്. അപ്പോൾ അത് സെൽഫായിട്ട് ചെയ്യുന്നവർക്കുള്ളൊരു ഇൻഫർമേഷൻ ആയിട്ടാണ് പറഞ്ഞത്.
ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൽ വേണ്ട ഡോക്യുമെൻസിൻ്റെ കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് നമുക്ക് ഈ അപ്ലിക്കേഷൻ വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന സാധനമാണ് APS എന്ന് പറഞ്ഞ സർട്ടിഫിക്കേഷൻ. അതെന്താ വെച്ചാൽ ജർമ്മൻ എംബസി, ഇന്ത്യയിലുള്ള ജർമ്മൻ എംബസിയാണ് നമുക്കത് വേണ്ടി ചെയ്തു തരുന്നത്. അതിനൊരു 18,000 രൂപയുടെ ചിലവുണ്ട് ആ ഒരു സംഭവം ചെയ്യുന്നതിന്. ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒറിജിനൽ ആണോ, ഇങ്ങനൊരു യൂണിവേഴ്സിറ്റി ഉണ്ടോ, ഇങ്ങനെ ഒരാൾ എക്സാം എഴുതിയിട്ടുണ്ടോ, ഇങ്ങനെ ഒരു കോളേജ് ഉണ്ടോ എന്നൊക്കെ ഫുൾ ക്ലിയർ ചെയ്ത് നോക്കുന്നതാണ് ഈ ഒരു എംബസി ചെയ്യുന്നത്. അപ്പം നമ്മൾ കുറച്ച് നാൾ മുന്നേ വരെ ഒരു 6 മാസമൊക്കെ പിടിച്ചിരുന്നു അവരൊരു പ്രോസസ്സിങ് ടൈം. അതായത് നമ്മൾ സർട്ടിഫിക്കേഷൻസ് അങ്ങോട്ട് രജിസ്റ്റേർഡ് പോസ്റ്റ് വഴി അയച്ച് നമ്മൾ പേയ്മെൻ്റ് എല്ലാം ചെയ്ത് അത് നമുക്ക് തിരിച്ച് കിട്ടാനായിട്ടൊരു 6 മാസത്തിനോളം എടുത്തത്. ഇപ്പോൾ അത് ഭയങ്കര ഫാസ്റ്റായിട്ട് അവർ ചെയ്യുന്നുണ്ട്. അവരൊരു 3 മാസത്തിനുള്ളിലൊക്കെ അവരത് ചെയ്ത് നമുക്ക് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പം APS സർട്ടിഫിക്കറ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പാസ്പോർട്ട്. ഒബ്വിയസ്ലി എല്ലാവർക്കും പാസ്പോർട്ട് വേണം. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ CV എന്ന് പറയുമ്പം യൂറോ പാസ് എന്ന് പറഞ്ഞിട്ടൊരു CV പ്ലാറ്റ്ഫോം ഉണ്ട് ഓൺലൈനിൽ. അത് നമുക്ക് ഇപ്പം ജർമ്മനിക്ക് പോകുന്നവർക്ക് മാത്രമല്ല ബാക്കി എല്ലാ യൂറോപ്യൻ കൺട്രീസിലേക്കൊക്കെ പോകുന്ന ആൾക്കാർക്കൊക്കെ അതിൽ ചെയ്യാം. അതെന്ന് വെച്ചാൽ ഫ്രീ ആയിട്ടുള്ള ഒരു CV മേക്കറാണ് ഓൺലൈനിലുള്ളത്. അപ്പോൾ അതിൽ വെച്ചിട്ട് നമ്മൾ CV മേക്ക് ചെയ്യാം. അതുപോലത്തെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, ഞാൻ നമ്മുടെ ഇത് വെച്ചൊക്കെ പോയിന്റ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റ്, നമ്മുടെ ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നമുക്ക് വേണം. അതുപോലെ തന്നെ ട്രാൻസ്ക്രിപ്റ്റ് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടേണ്ടതാണ്. അതിൻ്റെ പ്രൊസീജിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്ക് ലിസ്റ്റ് നമ്മൾ കോളേജിന് കൊടുത്ത് കോളേജ് ഒരു ട്രാൻസ്ക്രിപ്റ്റ് റിക്വസ്റ്റ് ഉണ്ടാക്കി അതൊക്കെ അവർ ചെയ്തോളും. മാർക്ക് ലിസ്റ്റ് കൊടുത്ത് അങ്ങനെ ഒരു റിക്വസ്റ്റ് ഉണ്ടാക്കി അത് യൂണിവേഴ്സിറ്റിയിൽ കൊണ്ടു കൊടുത്തിട്ട് അങ്ങനെയാണ് നമുക്ക് ട്രാൻസ്ക്രിപ്റ്റ്. അപ്പോൾ ഈ ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഓരോ യൂണിവേഴ്സിറ്റി ഡിഫറൻ്റ് ആയിട്ടിരിക്കും കേട്ടോ. എൻ്റെ കേരള ഹെൽത്ത് സയൻസ് യൂണിവേഴ്സിറ്റിയാണ്, കുഹാസ് യൂണിവേഴ്സിറ്റി പ്രൊസീജിയറാണ് ഞാൻ പറഞ്ഞത്. ഇനി കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയൊക്കെ ഡിഫറൻ്റ് ആണ്, അത് ഓൺലൈനിൽ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അതുപോലെ ഓരോ യൂണിവേഴ്സിറ്റി നിങ്ങൾ പഠിച്ചതിനനുസരിച്ച് ഡിഫറൻ്റ് ആയിട്ടിരിക്കും. അപ്പോൾ ട്രാൻസ്ക്രിപ്റ്റ് വേണം. പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചതിൻ്റെ ഫുൾ സിലബസ് വേണം. പിന്നെ നമ്മൾ എന്തെങ്കിലും പ്രൊജക്റ്റും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് വേണം. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അപ്ലിക്കേഷൻ വെക്കും. അതുപോലെ തന്നെ മറ്റേ നമ്മുടെ IELTS സ്കോർ അതിൻ്റെ എല്ലാ കാര്യങ്ങളുമാണ് ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആണ് അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ആയിട്ട് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ്. അതിൻ്റെ കൂടെ SOP വേണം. അപ്പം നിങ്ങളാണ് സെൽഫ് ഓൺ SOP ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അല്ല വെച്ചാൽ നിങ്ങളുടെ ഏജൻസി ചെയ്യുന്നുണ്ടെങ്കിൽ ഏജൻസി ചെയ്യാം. ഇനി SOP മാത്രമായിട്ട് ചെയ്തു തരുന്ന ആൾക്കാരുണ്ട്, അപ്പോൾ അങ്ങനെയും ചെയ്യാം. പിന്നെ SOP ചെയ്യുമ്പം നമ്മൾ യൂണിവേഴ്സിറ്റി അപ്ലിക്കേഷൻ വയ്ക്കുമ്പോൾ ചെയ്യുന്ന SAP അല്ല വിസ വയ്ക്കുമ്പോൾ ചെയ്യേണ്ടത്. അതിൽ ഡിഫറൻസ് ഉണ്ട്. അതിപ്പോൾ ഞാൻ അടുത്ത സെഗ്മെൻറ്റിൽ പറഞ്ഞുതരാം.